വന്നാലോ? എനിക്ക് രണ്ടും മരുന്നും മറിക്കാനുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ എന്റെ സഞ്ചി ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴേ ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ ഇടയ്ക്ക് എപ്പോഴും ഒരു രാഘവൻ എന്ന് പറഞ്ഞല്ലോ, ആരോ ജയിലിൽ നിന്ന് വരുന്നെന്നോ എന്തോ പറഞ്ഞു. പക്ഷെ എന്തിനാണ് ജയിലിൽ പോയതെന്ന് പറഞ്ഞില്ല. ഈ രാഘവൻ എന്ന് പറഞ്ഞാൽ ആളൊരു ഭരതനാ. ഓഹോ. ഈ പരമേശ്വരന്റെയും ഭാനുമതിയുടെയും മൂത്ത മകനാണ് ഈ പറയുന്ന രാഘവൻ. അവരെവിടെ നിന്നോ വന്നതാണ്. അത് ശരി. അവരിപ്പോ ഇല്ല. ആട്ടെ, അവർക്കെന്ത് പറ്റി? അവര് ആത്മഹത്യ ചെയ്തു. ഓഹോ. അവർക്ക് 2 മക്കളാ. അനീത്തിയും ചേർത്ത് പിടിച്ച് രാഘവൻ ജീവിതം ആരംഭിച്ചു. പക്ഷെ ഇപ്പോഴും ജയിലിൽ പോയത് എന്തിനാന്ന് പറഞ്ഞില്ല. അതാണ് ഈ പറഞ്ഞു വരുന്നത്. രാഘവനും അനീത്തി കനകവും കൺമണിയും സന്തോഷത്തോടെ ജീവിച്ചൊരു സമയത്താണ് രാഘവൻ കാര്യങ്ങളൊക്കെ അറിയണേ. എന്ത് കാര്യം? അവരുടെ അച്ഛനും അമ്മയും ആത്മഹത്യല്ല. ഓഹോ. കൊന്നതാണെന്നാ നാട്ടുകാർ പറയണേ. കൊന്നതോ? ഒരു തരത്തിൽ പറഞ്ഞ അതിനെല്ലാം കാരണക്കാരൻ നമ്മുടെ അറിവാപ്പിളയാ. ഓഹോ. ഇപ്പോ നമ്മുടെ നാരായണൻ വാങ്ങിയ വീടില്ലേ, അത് രാഘവന്റെയാ. അത് ശരി. അതെങ്ങനെ സംഭവിച്ചു? പരമേശ്വരനും ഭാനുമതി അമ്മയും ഇവിടെ വന്ന കാലം മുതല് വറീദിന്റെ വീട്ടിലെ പണിക്കാരായിരുന്നു. കൂര വയ്ക്കാൻ ഇടവില്ലാത്തത് കൊണ്ട് വറീദിന്റെ അപ്പൻ കൊടുത്ത സ്ഥലം അത് മനുഷ്യപ്പറ്റില്ലാത്ത ഈ വറീദ് തിരിച്ചു വാങ്ങി. എഴുത്തും വായനയും വശമില്ലാത്ത ഇവര് വറീദ് പറഞ്ഞിടത്തൊക്കെ ഒപ്പിട്ട് കൊടുത്തു. പിന്നീട് അവർക്ക് ചതി മനസ്സിലായി. ആ സങ്കടം കൊണ്ടാവാം അവര്. അതിന് ആത്മഹത്യയാണ് ഒരു പരിഹാരം. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഈ ആത്മഹത്യ. അതുകൊണ്ട് ആർക്കാ നേട്ടം? ഞാൻ എന്തായാലും 100% അതിനെതിരാണ്. വൈദ്യര് ബാക്കി പറഞ്ഞു. ഈ കഥകളൊക്കെ രാഘവൻ എങ്ങനെ അറിഞ്ഞു? പിന്നെ പറയണോ? അപ്പൊ കഥ കളറായി വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് മൊത്തം കളറാ. ആയിക്കോട്ടെ. നിഗൂഢതകൾ നിറഞ്ഞ ഈ പാഞ്ചാലി ബുക്കിനെ കുറിച്ചുള്ള എൻ്റെ അന്വേഷണം എന്തായാലും വെറുതെ ആയില്ല. ഒരുപക്ഷെ ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഈ നാടിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലോകം അറിയാതെ പോയേനെ. നിങ്ങളും വൈദ്യര് ബാക്കി പറഞ്ഞോളൂ. ഇനി അങ്ങോട്ട് കഥയല്ല, കയ്യാങ്കളിയാ. എന്നാ ഫുൾ കളറാവട്ടെ. എഴുതാൻ ഞാൻ റെഡി. വറീദിനോടുള്ള വാശിയും വൈരാഗ്യവും മനസ്സിലൊരു പ്രതികാരത്തിനായി കാത്തിരുന്നു. ഒരു ദിവസം ഇതാരെ ഈ നടക്കണ വഴിയിൽ വേര് കെട്ടി വെച്ചേക്കണേ? തൊട്ടുപോകരുത്.